Hello friends, this is Sajil and welcome back to another episode of Sajil's Tech Center. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്ന ഒരു കീവേഡാണ് ടൈപ്പിംഗ് ജോബ്സ് എന്ന് പറയുന്നത്. അതായത് ടൈപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് വരുമാനം ലഭിക്കാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഫൈവർ പോലെ തന്നെ truelancer.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ഇതിൽ ബിഡൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ സർവീസ് വരുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കൂടുതൽ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് ഇത് ലഭിക്കുന്നത്. അധികം ഇന്റർനാഷണൽ ആയിട്ടില്ല, കൂടുതലും ഇന്ത്യൻ കസ്റ്റമേഴ്സിനായിരിക്കും നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഇത് truelancer.com. നിങ്ങൾക്ക് മൊബൈലിൽ വേണമെങ്കിലും ചെയ്യാം. മൊബൈലിൽ സ്പീഡായിട്ടൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ truelancer എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ടൈപ്പിംഗ് ജോബിനെ കുറിച്ച് ഒരു സർവീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് പല പല രീതിയിൽ പ്രൊമോഷനൊക്കെ ചെയ്യാം. ഇപ്പോൾ ഫൈവർ വീഡിയോസ് ഒക്കെ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ സാധിക്കും എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ സർവീസുകൾ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച്. ഇപ്പോൾ കുറേ നാളായിട്ട് ഏകദേശം ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഈ ഫ്രീലാൻസിങ് സൈറ്റുകളിലെ വർക്കുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ക്രിപ്റ്റോ ബേസ്ഡ് വീഡിയോസിലേക്ക് അന്ന് മാറിയത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് ഞാൻ ചെയ്തത്, എയർ ഡ്രോപ്പ് വീഡിയോസ് ഒക്കെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ഫ്രീലാൻസിങ് വെബ്സൈറ്റെല്ലാം പതിയെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം സർവീസുകളിലെ എല്ലാ വർക്കുകളും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ ഈ ഫ്രീലാൻസിങ് സൈറ്റുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ടൈപ്പിംഗ് ജോബ് മാത്രമല്ല, ഡാറ്റ എൻട്രി പോലത്തെ ജോബുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ജോബുകൾ അവൈലബിൾ ആണ്. ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ എല്ലാ ജോബുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പതിയെ തിരിച്ചു വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വർക്കൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട് ഫൈവറിലും. അപ്പോൾ എങ്ങനെ ഈ ഒരു സർവീസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് truelancer എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറച്ച് നാൾ ഞാൻ ഇതിൽ വർക്ക് ചെയ്തതാണ്. ഒരുപാട് വർക്കിൻ്റെ ഞാൻ മെയിലൊന്നും ചെക്ക് ചെയ്യാണ്ട് ഒരുപാട് വർക്കിൻ്റെ ക്യാൻസലായി പോയിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ കറക്റ്റ് ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ എപ്പോഴും മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏകദേശം 19,550 രൂപയോളം ഞാൻ ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഏൺ ചെയ്തത്. ഞാൻ പിന്നെ കൂടുതലും ഫൈവറിൽ വർക്ക് ചെയ്യുന്നത് കാരണം ഈ വെബ്സൈറ്റിൽ നിന്ന് ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. truelancer.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ജസ്റ്റ് പ്രൊഫൈലൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ഒരു യൂസർ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ടൈപ്പിംഗ് ജോബ്സിൻ്റെ ഒരു സർവീസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. ഞാൻ കൂടുതലും ആദ്യകാലം ഇതിൽ ചെയ്തിരുന്നത് കൂടുതലും ആനിമേഷൻ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഇതിൽ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളെക്കുറിച്ചും കൊടുക്കണം. എബൌട്ട് മീ എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെർട്ടീസ്, നിങ്ങൾ ഏത് ടൈപ്പ് വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു ചെറിയ സ്കിൽ എന്ന രീതിയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, കീവേഡ്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എനിക്ക് മണിക്കൂറിൽ 250 രൂപ വെച്ചാണ് ഏകദേശം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. സർവീസ് ഡെലിവേർഡ് 45 സർവീസുകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്സ് 41 ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. 4.1 നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ റീഫണ്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ 16 ഓർഡേഴ്സിൻ്റെ ക്യാൻസലായി പോയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഞാൻ ഓർഡർ വന്നിട്ട് ശ്രദ്ധിക്കാണ്ട് ഒരുപാട് ഓർഡേഴ്സ് എനിക്കിതിൽ നിന്ന് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഡാറ്റ എൻട്രി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തൊരു സർവീസ് ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൊഫൈൽ, ജസ്റ്റ് ഒരു പ്രൊഫൈൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിടുക. എനിക്കിപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി റീഡൺ ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല, കാരണം ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ആയിരിക്കും പ്രൊഫൈൽ ക്രിയേഷനിൽ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ഒരു ഡിസ്പ്ലേ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ഹവർലി റേറ്റ്, ഏകദേശം ഒരു റേറ്റ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതിനനുസരിച്ചുള്ള സർവീസ് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും പ്രൊഫൈലിൻ്റെ ഒരു ടൈറ്റിലും കൊടുക്കുക. ഇവിടെ ഈ ഒരു സെക്ഷനിൽ ജെൻഡർ, അതുപോലെ തന്നെ അവൈലബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ മാക്സിമം കൊടുക്കുക. ഫുൾ ടൈം എന്ന് പറയുന്ന സെക്ഷൻ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന ഈ ഒരു സർവീസിൽ എന്തെങ്കിലും ഒരു
എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കൊടുക്കുക, ദെൻ സേവ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് പ്രൊഫൈലിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ പെയ്ഡ് മെമ്പർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഫ്രീ മെമ്പർഷിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പെയ്ഡ് ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ സർവീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സർവീസിൽ സെൽ സർവീസ് കൊടുക്കുക. ഇപ്പോൾ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ ഒരു ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലറുടെ അക്കൗണ്ട് നിങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ ടൈപ്പ് വർക്കുകളും നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇദ്ദേഹം ഒരു പ്രോ സെല്ലറാണ്, 7+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, 186 ഫീഡ്ബാക്സ് ഉള്ള ആളാണ്. ഇവർക്കൊക്കെ മണിക്കൂറിന് കൂടുതൽ റേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു നൈജീരിയൻ, ഇദ്ദേഹത്തിന് 1500 രൂപയോളം പെർ ഹവർ ലഭിക്കുന്നുണ്ട് കോപ്പിറൈറ്റ്. അതുപോലെ തന്നെ പല പല സർവീസുകളുണ്ട് ഇതിൽ. കൂടുതലും ഇന്ത്യക്കാരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ ഫ്ലാഗ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഓർഡേഴ്സ്, നല്ല സർവീസ് ആണെങ്കിൽ നല്ല ഓർഡേഴ്സ് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആദ്യം തന്നെ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ടൈപ്പിംഗ് ജോബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുമല്ലെങ്കിൽ ഡാറ്റ എൻട്രി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. ഏകദേശം ഒരു സർവീസിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടന്റ് റൈറ്റർ, ഡാറ്റ എൻട്രി, ടൈപ്പിംഗ് ജോബ്. ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ ഡാറ്റ എൻട്രി എന്ന് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. ഡാറ്റ എൻട്രി. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് ഡാറ്റ എൻട്രി ജോബ് ചെയ്യുന്ന ആളുകൾ ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് അവരുടെ പ്രൊഫൈലിനനുസരിച്ച് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടേതായ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകളാണ്. ഏകദേശം 135 ഫീഡ്ബാക്സ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 250 റുപ്പീസ് ലഭിക്കുന്ന ആളാണിത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിൽ ഡാറ്റ എൻട്രി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 350 മണിക്കൂറിൽ കിട്ടുന്നത് ഏകദേശം 233 ഫീഡ്ബാക്ക്. ഇത്രയും ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 600-700ഓളം ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം വർക്ക് ചെയ്യുന്ന എല്ലാവരും ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കില്ല. ചില ആളുകൾക്ക് അവരുടെ റേറ്റിംഗ് ഒക്കെ അനുസരിച്ച് ഏകദേശം 1000 രൂപ വരെ മണിക്കൂറിൽ ലഭിക്കാനുള്ള ചാൻസ് ഇതിൽ ഉണ്ട്. അത്യാവശ്യം നല്ല ഇത് പ്രോയാണ്, അതായത് അപ്ഗ്രേഡ് ചെയ്ത ഫ്രീലാൻസറാണ്. ഇദ്ദേഹത്തിന് ഏകദേശം 1000 രൂപയോളം മണിക്കൂറിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏകദേശം ഈ പ്രോ സെല്ലറിൻ്റെ എടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളാവുമ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം എബൌട്ട് മീ എന്ന് പറയുന്ന പേജിൽ ഇവർ ചെയ്തിരിക്കുന്നത് ഐ എം വർക്കിംഗ് ആസ് എ ഫുൾ ടൈം ഫ്രീലാൻസർ. അപ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ രീതിയിൽ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവർ ടോട്ടൽ ഏൺ ചെയ്ത എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 17,30,486 രൂപ ഓൾറെഡി ഇവർ ഏൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഈ ഒരു സർവീസിൽ നിന്ന്. ഡാറ്റ എൻട്രി വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് ഇവർ ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം കേരളത്തിൽ നിന്നുള്ള ഷീബ ജോർജ് ഇവരുണ്ട്. ഇതിൽ ഒരുപാട് മലയാളികൾ ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 15,000 രൂപയോളം ഇവർ ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണിത്. അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രോജക്റ്റിലേക്ക് നമുക്ക് ബിഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവർ ഏകദേശം 3,21,000 രൂപ ഓൾറെഡി ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട് ഡാറ്റ എൻട്രി വർക്കിൽ നിന്ന്. അപ്പോൾ ഓരോ പ്രൊഫൈലും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സർവീസിൽ വന്നിട്ട് സെൽ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി നിങ്ങളുടെ സർവീസ് എന്താണ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡാറ്റ എൻട്രിയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. ഇവിടെയൊക്കെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഫീഡ്ബാക്ക്സ് നമുക്കിവിടെ കാണാം. കഴിഞ്ഞ മാസം ഒരുപാട് വർക്കുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ജൂണിൽ വന്ന ഫീഡ്ബാക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, ഐ ക്യാൻ ഡു അല്ലെങ്കിൽ ഐ വിൽ ഡു ഡാറ്റ എൻട്രി ജോബ്സ് ഓർ എനി കൈൻഡ് ഓഫ് ഡാറ്റ എൻട്രി ഓർ വിർച്വൽ അസിസ്റ്റൻറ്റ് ജോബ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മണിക്കൂറിൽ ഏകദേശം ഒരു എമൗണ്ട് നിങ്ങളിവിടെ കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 300 അല്ലെങ്കിൽ 250 റുപ്പീസ് കൊടുക്കുക. ഇനി വർക്ക് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഡെലിവറി ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 3 ദിവസമോ 4 ദിവസമോ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വർക്ക്, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ എൻട്രി വർക്ക്സ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ടൈപ്പിംഗ് ജോബ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ വാട്ട് ഡു യു നീഡ് ഫ്രം ബയർ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, അതായത് ബയർ എന്ത് ഫയലാണ് നിങ്ങൾക്ക് തരേണ്ടത് ആ ഡാറ്റ എൻട്രി കംപ്ലീറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു
നിങ്ങളിപ്പോൾ PDF ഒരു വേർഡ് ഫയലാക്കി മാറ്റാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പ്ലീസ് പ്രൊവൈഡ് യുവർ PDF ഫയലിനോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിംഗ് ഫയൽ എന്ത് വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ക്ലയൻറ്റ്സ് നിങ്ങളുടെ സർവീസ് ഓർഡർ ചെയ്യുമ്പോൾ ആ ഒരു ഫയലായിരിക്കും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിക്ക് കാറ്റഗറി എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റ എൻട്രി അഡ്മിൻ ജോബ്. ഇത് ഈ ഒരു സെക്ഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സബ് സെക്ഷൻ വരുന്നുണ്ട്, ആർട്ടിക്കിൾ സബ്മിഷൻ, ഡാറ്റ എൻട്രി, ഡാറ്റ പ്രോസസ്സിംഗ്. ഇവിടെ ഡാറ്റ എൻട്രി എടുക്കുക. ഓക്കെ, ഇനി സ്കിൽസ് ഇൻവോൾവ്, താഴെ സജസ്റ്റഡ് ആയിട്ടുള്ള സ്കിൽസ് തന്നെ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കോപ്പി, ടെക്സ്റ്റിംഗ്, ഇൻഡെക്സിങ്. ഓക്കെ, സജഷനിൽ വരും, അത് കൊടുക്കുക. അതുപോലെ തന്നെ കീവേഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ കീവേഡ് ഇതിൽ ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഡാറ്റ എൻട്രി കൊടുക്കുക, അതുപോലെ തന്നെ ടൈപ്പിംഗ് ജോബ് എന്ന് കൊടുത്തിട്ട് ഓരോ കോമ കൊടുത്താൽ മതി. ഏകദേശം ഇതുപോലെ കീവേഡ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പിൾസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്യുക. സാമ്പിൾസിൻ്റെ ആവശ്യമില്ല. ദെൻ ഈ ഒരു സെക്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം പോസ്റ്റ് സർവീസ് കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ള സെല്ലേഴ്സിൻ്റെ അക്കൗണ്ട് നോക്കിയിട്ട് ഏകദേശം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഇവിടെ റീടൈപ്പ് ചെയ്യുക. നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ഡിസ്ക്രിപ്ഷൻ മറ്റു കാര്യങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ വർക്കിനെ കുറിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടത് ഫയൽ അതും കൊടുക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ദെൻ പോസ്റ്റ് സർവീസ് കൊടുക്കുക. കുറച്ച് സമയത്തിനുള്ളിൽ ഇത് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർവീസ് അപ്ലോഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഒരു ഇമേജ്, ഫോർ എക്സാമ്പിൾ എല്ലാ സർവീസിനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു ഇമേജ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ ഞാൻ ഓരോ സർവീസുകളിലും ഓരോ ഇമേജ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇമേജ് പോലെ അവിടെ അപ്ലോഡായി കിട്ടും. അപ്പോൾ അതും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ പേയ്മെൻറ്റ്സ് എടുക്കുക. ഓക്കെ, പേയ്മെൻറ്റ്സിൽ പേ ഔട്ട് എടുക്കുക. പേ ഔട്ട് സെക്ഷനിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇത് പേപ്പാലോ പയോനിയറോ ഒന്നുമല്ല, ഡയറക്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് നടത്താൻ സാധിക്കും. ഏകദേശം ഒരു 1000 രൂപയൊക്കെ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാങ്കിലേക്ക് മാറ്റാൻ സാധിക്കും. എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസാണ് ഇവിടെ ഞാൻ അതാണിത് മറച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് മറ്റു കാര്യങ്ങൾ ഇവിടെ കാണാം. ഇതെല്ലാം ഞാൻ ഇതിനു മുമ്പ് വിഡ്രോ ചെയ്ത എമൗണ്ട് മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. വളരെ ലീഗലായിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ് truelancer.com എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അധികം ഡീപ്പായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ബ്രോസ് ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പറ്റിയ ജോബുകൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഡാറ്റ എൻട്രി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലയൻറ്റ്സ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് 2 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്ത്, 10 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് പ്രൊപ്പോസൽസ് സെൻഡ് ചെയ്യാം. വ്യൂ ആൻഡ് അപ്ലൈ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻഡ് പ്രൊപ്പോസൽ. അതായത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക്, ഇതെല്ലാം ഓസ്ട്രേലിയൻ ക്ലയൻറ്റ്സ് ആണ്. ക്ലയൻറ്റ്സ് കൂടുതലും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നും അല്ല പുറത്തുനിന്നും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രൊപ്പോസൽസ് സെൻഡ് ചെയ്യാം. എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കും, പ്രോജക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാം. ഫ്രീ പ്രപ്പോസൽസും ഉണ്ട്, പെയ്ഡ് പ്രപ്പോസൽസും ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം ഫ്രീ മാത്രമാണ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ അനുസരിച്ച് നിങ്ങളൊരു ഫ്രീ പ്രപ്പോസൽസ്, മാക്സിമം ഫ്രീ പ്രപ്പോസൽസ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.